हेलो व्हाट्स गाइस, वेलकम बैक। इट्स मी आरम फ्रॉम कैफे। करेंगे सबका स्वागत। അപ്പം കഴിഞ്ഞ വിശാൽ പറഞ്ഞായിരുന്നു മോട്ടോയുടെ ഫോണില്ല, അതിൻ്റെ അൺബോക്സിങ്ങിൻ്റെ റിവ്യൂയുടെ സമയത്ത് പറഞ്ഞായിരുന്നു ക്യാമറ അതിന് ബേസ് ചെയ്തുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എക്സ്ട്രാ വേറെ ഒരെണ്ണമായിട്ട് ഇടാവുന്നു. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് പറയുന്നത്. അപ്പം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ മോട്ടോയുടെ ഈ ഫോണിൻ്റെ ക്യാമറ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ കഴിഞ്ഞ വീഡിയോസോ അല്ലെങ്കിൽ അൺബോക്സിങ്ങോ റിവ്യൂ ഒന്നും കാണാത്തവരാണെങ്കിൽ മാക്സിമം മണ്ടയ്ക്ക് വരുന്ന കടയിൽ കയറി മറ്റേ വീഡിയോ മാക്സിമം കാണാൻ നോക്കുക. എന്നിട്ട് വന്ന് ഈ വീഡിയോ കാണും. എന്തായാലും രണ്ടും കാണാതൊന്നും പോകണ്ട. കാരണം അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ motoe7plus എന്ന് പറയുന്ന ഈ ഫോണിനെ കുറിച്ചുള്ള അതിൻ്റെ ക്യാമറയെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഈ ഫോൺ ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് ഇറങ്ങി. പിന്നെ മോട്ടോ എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിരുന്നു, ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇനി ഇത് ഇറക്കാനാണോ ഇനിയും വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കുറച്ച് നാളായിട്ട് ഇങ്ങനെ സ്മാർട്ട് ഫോണിൻ്റെ ഒന്ന് സ്റ്റോപ്പാക്കി വെച്ചേക്കുമായിരുന്നു. ചില മോഡൽസൊക്കെ വരുന്നുണ്ടായിരുന്നു. എങ്കിലും നമ്മുടെ റിയൽമി അവർ ഇറക്കുന്ന തൊട്ട് അങ്ങോട്ട് ഇറക്കുന്നില്ല. അവർ പിന്നെ മാസം അങ്ങ് മോഡൽ ഇറക്കിക്കൊണ്ടിരിക്കും കുത്തനെ. അപ്പോൾ ഇവരങ്ങനെയല്ല, അതെ, മാസം 2-3 ഫോൺ വെച്ചൊക്കെ ഇറങ്ങുന്നത്. ഇവർ ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പം കുറച്ച് നാളിന് ശേഷമാണെന്ന് തോന്നും. എൻ്റെ ലാസ്റ്റ് മോഡൽ എനിക്ക് ഏതാണെന്ന് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മോട്ടോ അടുത്ത ഒരു ബഡ്ജറ്റ് ഫോണായിട്ട് കൊണ്ടുവരുന്നത്. ഇത് നേരത്തെ പറയാം ഫ്ലാഗ്ഷിപ്പോ അല്ലെങ്കിൽ നല്ല പൊളിപ്പിള്ളേർക്ക് യൂസ് ചെയ്യാൻ നോക്കുന്ന ഫോണല്ല. ജസ്റ്റ് നമ്മൾ നോർമൽ യൂസേഴ്സ് എങ്ങനെയാണോ അവർക്ക് യൂസ് ചെയ്യാനുള്ള ഫോണാണിത് മോട്ടോയുടെ. അപ്പം ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളും എല്ലാം മറ്റേ വീഡിയോക്കകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ക്യാമറയുടെ കാര്യം തന്നെ പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാം എന്ന് പറയുന്ന ഒരു 8 MB ഒരു ക്യാമും ബാക്ക് റെയർ ക്യാമ് വരുന്ന ഒരു 48 MB അതും പ്ലസ് 2 MB ഒരു ഡെപ്ത് സെൻസിങ്ങുമായിട്ടാണ് വരുന്നത്. 2 ക്യാമറയും പ്ലസ് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഫ്ലാഷ് ആയിട്ടാണ് വരുന്നത്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറയുടെ പൊസിഷനും ബാഡ്ജിങ്ങും ഒക്കെ വന്നേക്കുന്നത്. അതിന് തൊട്ട് താഴെ തന്നെയായിട്ടാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്. അത് മോട്ടോയുടെ മെയിൻ ഒരു ഫിംഗർ പ്രിൻറ്റിൽ തന്നെ മോട്ടോയുടെ ഒരു ലോഗോ കണ്ടിരിക്കും. അത് ഒരു സ്റ്റൈലിഷ് തന്നെ, മോട്ടോയുടെ ഒരു എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു ട്രേഡ് മാർക്ക്, അതുകൊണ്ട് തന്നെ മോട്ടോയുടെയും. പിന്നെ നമുക്കപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമിൽ നിന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം ഫ്രണ്ടിൽ ഒരു സെൽഫി ക്യാമിന് കൊടുത്തേക്കുന്ന ഒരു 8 MB ഒരു ക്യാമാണ്. പിന്നെ എല്ലാ ഫോണിലും വരുന്നതായിട്ട് തന്നെയുള്ള നോർമൽ ഫീച്ചറാണ്. പിന്നെ അഡീഷണലായിട്ട് എന്ന് വെച്ചാൽ ഈ ഒരു സീരീസിൽ വന്നിട്ട് ബഡ്ജറ്റ് ഫോണിൻ്റെ സീരീസ് വന്നതെന്ന് വെച്ചാൽ 3 എണ്ണേ വരുന്നുള്ളൂ. പോർട്രേറ്റും സ്പോട്ട് കളറും പിന്നെ ലൈഫ് ഫിൽറ്റേഴ്സും, അത് 3 എണ്ണേ വരുന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് ക്യാമിൽ തന്നെ ടൈം ലാപ്സും. ക്യാമറ ഫീച്ചർ എല്ലാം വരുന്നതെന്ന് വെച്ചാൽ ഒരു മണ്ടയ്ക്കോ സൈഡിൽ മറ്റേനൊക്കെ ആകുമ്പോൾ 3 ഡോട്ടോ അങ്ങനെ എന്തെങ്കിലും കാണുമായിരുന്നു. ഇതിനങ്ങനെയല്ല, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒന്ന് ഡ്രാഗ് ചെയ്താലേ ഇതിൻ്റെ ക്യാമറ ഫീച്ചർ എല്ലാം വരത്തുള്ളൂ, ഏതൊക്കെ മോഡിലാണെന്നുള്ളത്. അപ്പം പിന്നെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവർ 48 MB ബാക്ക് കൊടുത്തേക്കുന്നത്. 502 MB എങ്ങാണ്ട് ഡെപ്ത് സെൻസിങ്. പിന്നെ എന്തിനാ ഇവർ 48 കൊടുത്തതെന്നോ അറിയത്തില്ല. കാരണം ഫ്രണ്ട് ക്യാമിൻ്റെ നമുക്കൊരു പെർഫോമൻസ് ബാക്കിൽ നിന്ന് കിട്ടുന്നില്ല. എന്തൊക്കെയോ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ട്. കാരണം ഇപ്പം സാച്ചുറേഷൻ്റെ ആയാലും അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ല. ബാക്ക് ക്യാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ഷാർപ്നെസ്സും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഷാഡോയൊക്കെ നല്ലോണം കയറുന്നുണ്ട്. നമ്മൾ എത്ര മാനുവലി ഇട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടും അങ്ങനെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ഒക്കുന്നില്ല. പിന്നെ ജസ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത്, അപ്പം ബാക്കി വരുന്ന ഫീച്ചറെല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേക്കാം. എല്ലാത്തിലും വരുന്ന തന്നെ ജസ്റ്റ് എങ്കിലും പറഞ്ഞേക്കാം. പോർട്രേറ്റ് കട്ടൗട്ട്, സ്പോട്ട് കളർ, നൈറ്റ് വിഷന്, പനോരമ, ലൈഫ് ഫിൽറ്റർ. പിന്നെ വീഡിയോസ് മോഡ് 2 എണ്ണം വരുന്ന, സ്ലോ മോഷനും ടൈം ലാപ്സ് ബാക്കി വരുന്നത്. പിന്നെ എനിക്ക് ഒന്നുകൂടെ കൊള്ളാമെന്ന് നോക്കിയാൽ നൈറ്റ് വിഷൻ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഈ ഒരു ബഡ്ജറ്റ് ഫോണിൽ നല്ലൊരു പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നെ സ്പോട്ട് കളർ അത് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് ഏതുള്ള ഒരു കളർ സ്പോട്ട് ചെയ്ത് നമുക്ക് അത് മാത്രമായിട്ട് കളറിൽ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. അത് ഇപ്പം മിക്കവാറും ഉള്ള ഫോണെല്ലാം വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുകൊണ്ട് അങ്ങ് ഞാൻ പറഞ്ഞു, ക്യാമറയുടെ വീഡിയോ അല്ലേ. ഇപ്പം ബാക്ക് ക്യാമിൽ തന്നെ നമുക്ക് 1080 60 FPS കിട്ടുന്നുണ്ട്, 30 FPS കിട്ടുന്നുണ്ട്. കുറേ ഇപ്പം 48 MB ആണെന്ന് പറഞ്ഞാലും ഇത് എന്താ ഇവന്മാർ ഇങ്ങനെ കാണിച്ചതെന്ന് അറിയത്തില്ല. കാരണം എൻ്റെ ഫ്രണ്ട് ഒരു 8 MB പോലും പെർഫോമൻസ് സത്യം പറഞ്ഞാൽ ബാക്കിൽ കിട്ടുന്നില്ല. 48 MB ആണെന്ന് പറഞ്ഞിട്ട് അതെന്താ ഞാൻ കരുതി ബഡ്ജറ്റ് റേറ്റ് 48 MB ഒക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ അടിപൊളിയാണെന്ന് കരുതിയാണ്. ഫസ്റ്റ് ഞാൻ അത് കണ്ടോണ്ടാണ് ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്തു. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. ഇനിയും നമ്മുടെ ഹോണ്ടർ 8Aയിലും ഇത് തന്നെ ആയിരുന്നു കുഴപ്പം. ബാക്കി ഒട്ടും കിട്ടുന്നില്ലായിരുന്നു നമുക്ക് വീഡിയോ. പിന്നെ അത് പിക്കിന് അത്യാവശ്യം വീണ്ടും കിട്ടുന്നില്ല. വീഡിയോ വരുമ്പോൾ എന്തൊക്കെയോ കുറേ ഷാർപ്നെസ്സും പിന്നെ ഷാഡോ ഒക്കെ കയറുന്നുണ്ടായിരുന്നു. പിന്നെ അത് അവന്മാർ അത് ക്ലിയർ ചെയ്തതെന്ന് വെച്ചാൽ അപ്ഡേഷനും ഇതിലും അങ്ങനെ അപ്ഡേഷൻ വന്നാൽ കൊള്ളാമായിരുന്നു. കാരണം കുറേ നാളിന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇറക്കിയ ഫോൺ ഇതിന് ഇങ്ങനെ വരുമ്പോൾ എന്തായാലും അവന്മാർ തീർച്ചയായിട്ടും മാറ്റും. നമുക്കിനി അപ്ഡേഷന് നോക്കാം. അപ്പം ബഡ്ജറ്റ് ഫോണിൻ്റെ കൂട്ടത്തിൽ എനിക്കിപ്പോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു ഫോണ്. പിന്നെ ബാക്കിലത്തെ ക്യാമിന് മാത്രം ഒരു വിഷയമുള്ളൂ. അത് മാത്രം പിന്നെ വലിയ സീനില്ലെങ്കിലും ഇവർ 48 പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫീച്ചർ കൊടുക്കണം. ഇത് 48 എന്ന് പറഞ്ഞിട്ട് ഒരു 32ൻ്റെ പോലും ഇവന്മാർ കൊടുക്കുന്നില്ല. അതുകൊണ്ടേ ഉള്ളൊരു വിഷയം. പിന്നെ
അതിൻ്റെയും കൂടെ ഒന്ന് കുറയ്ക്കാനായിട്ടായിരിക്കും ഫ്രണ്ട് അതിനെക്കാട്ടി നല്ല പടറായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ റിയൽമി 7 പ്രോയുടെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഒരു ഡെപ്ത് സെൻസിങ് ആയാലും എന്ന് വെച്ചാൽ മറ്റേതിന് കുറവൊന്നല്ല, കട്ടയ്ക്ക് ഉണ്ട് രണ്ടും, എങ്കിലും ഒരു കളർ സാച്ചുറേഷനും കാര്യങ്ങളും എല്ലാം നല്ലോണം കിട്ടുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ക്യാമറ എപ്പോഴും ബെറ്റർ തന്നെ. പിന്നെ ബാക്കിൽ വരുന്ന ഒരു കുഴപ്പമേ ഉള്ളൂ, ബാക്ക് എന്തായാലും തീർച്ചയായിട്ടും അവന്മാർ അപ്ഡേറ്റ് ഫിക്സ് ആക്കിയാലേ ഒക്കത്തുള്ളൂ, ഫിക്സ് ആക്കണം. കാരണം ഒട്ടും കൊള്ളത്തില്ല. നമ്മൾ 48 MB എന്നൊക്കെ പറഞ്ഞ് കരുതിയ മേടിക്കുന്നവരായാലും അത് പ്രതീക്ഷിച്ചാണ് ചെന്നെടുക്കുന്നത്. കാരണം ഈ ഒരു ബഡ്ജറ്റ് റേറ്റ് 48 MB ഒക്കെ ക്യാമൊക്കെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവരൊന്നും നോക്കത്തില്ല. പിന്നെ ബാറ്ററി ബാക്കപ്പ് 5000 mAh ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഇപ്പം കൊണ്ട് നടക്കാനായാലും അത്യാവശ്യം നല്ലൊരു സ്ലിം ഫോണാണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു കോമ്പാക്റ്റബിൾ ഫോണാണ്. അപ്പോൾ അതിന് ഈ ക്യാമറയായിട്ട് കൊണ്ട് നശിപ്പിക്കാതിരുന്നാൽ മതി. എനിക്ക് അതേ ഉള്ളൂ. ഇത് അപ്ഡേറ്റ് ചെയ്ത് ഇവന്മാർ ഫിക്സ് ചെയ്താൽ കൊള്ളാം. ഫിക്സ് ചെയ്താലേ ഒക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് ക്യാമറയെക്കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പം ടീംസ് നമ്മളിപ്പോൾ ഇതിൻ്റെ ക്യാമറ റിവ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഗെയിം പ്ലേ, ഇതിലൊരു ഗെയിം പ്ലേ ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് സ്പീഡും അറിയത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ കുഴപ്പമില്ല. പിന്നെ ഒക്കെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തെ മണിയും കൂടെ ഒന്ന് തല്ലിപ്പിടിച്ചിട്ടിക്കുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റ.